എന്തരടാ അച്ഛ അമ്മയ്ക്ക് എന്തിനാ പറ്റി? ത്രാസിൽ കൊല തൂക്കിട്ടേക്കൂലേ അതേപോലെ കിടക്കണ്. വേഗം വാ. വേഗം വരാനേ, എന്റെ കൂടെ വേറൊരുത്തരും ഉണ്ടായിരുന്നില്ല. ആ വണ്ടിന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞടേ. നീ ഫോൺ വെച്ചാണ്. ജിത്തു നില്ലടാ അവിടെ. ഇനി ഓടിയാലേ ഞാൻ എറിഞ്ഞിടും നിന്നെ. ഇപ്പൊ ഞാൻ ആരെ വിളിക്കും? ആ ചന്ദ്രി മാമി. ഹലോ മാമി. നില്ലടാ അവിടെ. ഇനി രക്ഷയില്ല. വണ്ടി ഞാൻ ശിവ എന്തൊരു ഓട്ടോടാ. തീർന്ന ചേച്ചി ചേച്ചി കണ്ട ഈ ചന്ദ്ര വിളിച്ച ഈ ചേച്ചി എണീക്കും. അമ്മ വിടമ്മ വിടമ്മ. കുറെ കാലം കൊണ്ട് വിചാരിക്കണം ഒരെണ്ണം കൊടുക്കണം കൊടുക്കണമെന്ന്. ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. മാമി കഴുത്ത് വേദന ഉണ്ടാ? വേദന ഉണ്ടാന്ന്. ഇപ്പൊ വേദന ഉണ്ടാ? ലേശം നല്ല വേദന ഉണ്ട്. ഇനി നീ എവിടം വരെ ഓടുന്നേ? ഞാൻ ഒന്ന് നോക്കട്ടെ. ഓട് ഓട്. എന്തൊരു ഓട്ടോ! ഇന്ത്യക്ക് ഒളിമ്പിക്സ് നേടി കൊടുക്കാൻ വേണ്ടി പോണതാണോ എന്തോ. ഒന്ന് ഓടുക നീ. പാവ അമ്മയ്ക്ക് നല്ല ക്ഷീണം കാണും. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലല്ല. ഞാൻ അമ്മയെ വിളിച്ചിട്ടേ ഈ പഴം കൊടുക്കാൻ നോക്കട്ടാ. എന്നിട്ട് വേണം ഈ പഴം വാങ്ങിച്ച് നമ്മളെ ഉച്ചൻ തലയിൽ തന്നെ എറിഞ്ഞ് കയറ്റിത്തരാ. ചേച്ചിക്ക് കൊടുക്കാനുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട്. നീ ആ പഴം കെട്. എന്തിനാ അമ്മ? എനിക്ക് നല്ല ക്ഷീണം, ഞാൻ കഴിക്കട്ടെ. ഇവിടെ എന്തിനാടാ? ഭദ്രകാളിയായി മാറിയ അമ്മയെ ചന്ദ്രിമാമി ശൂലത്തിൽ മലർത്തി കുത്തി കിടത്തിയിരിക്കണം. ഈ വീട്ടിൽ മാത്രം എന്താ ഈശ്വരൻ എങ്ങനെയൊക്കെ സംഭവിക്കണത്? ഒരു പിടിയും കിട്ടണില്ല. മാരണങ്ങൾ മൊത്തം ഈ വീട്ടിലല്ലേ രഘുചേട്ടാ? നിങ്ങൾ ആ പഴം കൊടുത്താണ്. അമ്മായി വിളിച്ചു നോക്കിയാ? നോക്കി കിട്ടാനുള്ളതൊക്കെ മാമിക്ക് കിട്ടി. മാറിക്കാണ്. മാറിക്കൊടുറ മക്കളെ, വാങ്ങണ്ടല്ല വാങ്ങിച്ചു കൂട്ടട്ടെ. എൻട്രൻസ്. ജലജേ ജലജേ. ആശ കുഷ പശ ആശ കുഷ പശ. എന്തോന്ന് ഇത്? മറ്റേ മിന്നേട്ട് സീരിയലിലെ പാട്ടല്ലേ? അശക്കൊശലേ പെണ്ണുണ്ടോ പെണ്ണിന് മിന്നുണ്ടോ. പോതല്ലാതെ കിടന്നാലും സീരിയൽ വിട്ടൊരു കളിയില്ല. എന്തെങ്കിലും ഈ രവിച്ചോട്ടനോട് പറ നീ. മക്കളെ ചെവി കുത്തിക്കോടാ, നല്ല പുളിച്ച തെറി ഇപ്പൊ കേക്കാം. എല്ലാ രവിച്ചോട്ടനും മനസ്സിലായി. ഡിസ്റ്റർബ് ചെയ്യരുതെന്നല്ലേ? ഓക്കെ, നീ റെസ്റ്റ് എടുത്തോ. വാ കൊണ്ട് പ്രതീക്ഷിച്ചതാണ്, വായിൽ തന്നെ കിട്ടി. ചന്ദ്രി, നീ ഇപ്പൊ എന്തിനു? താടിയുള്ളോണ്ടേ അടിയുടെ പാട് അറിയില്ലാട്ടാ. ഇതല്ല എന്റെ ഭാര്യയുടെ കാര്യം. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല. ഇതിനെവിടെങ്കിലും കൊണ്ട് കളഞ്ഞിട്ടേ തടിയപ്പാൻ നോക്കി. അച്ഛാ അവൻ എങ്ങനെ ഉണ്ട്? അവൻ ചത്ത്. മുറ്റത്തെ കെട്ടിയിട്ടിട്ടുണ്ട്. കെട്ടിയിട്ടേക്കണ അവൻ എന്തോന്നത്? എന്തായാലും രഘുചേട്ടൻ ഇപ്പോഴെങ്കിലും ബോധം വീണല്ല. എന്തിന്? പോത്തിനെ കെട്ടിയിട്ടില്ല. ഇനി ഒരു പോത്തും കൂടെ ഉണ്ട്. പോത്ത് കയറ് പൊട്ടിച്ച് ഓടിയാന്തോ? പോയി നോക്കട്ടെ. ഇവനിത് എന്തൊരു ബാധ കയറിയത്? പയറുപോലെ നടന്ന ചെറുക്കനാണ്. ഇപ്പഴാ പയറുപോലെ ഓടണം. കണ്ടില്ലേ? എനിക്കൊരു പിടിയും കിട്ടണില്ല. ഭിത്തി പിടിക്ക്, നല്ല പിടുത്തം കിട്ടും. അച്ഛാ യവനും അമ്മയ്ക്ക് ഇത് എന്തോന്ന് പറ്റിയത്? ഇത് വൈറസ്. മറ്റേ സിനിമയിലൊക്കെ കാണൂലേ, ഒരാൾ കടിക്കുമ്പോ മറ്റേ ആൾക്ക് പറഞ്ഞ എന്തിനാ പേര്? അല്ല, സൂമ്പി. എന്നാൽ ഈ പേരുള്ളത് ആരിവരെ കടിച്ചത്? നീ കടിച്ചായിരുന്ന സന്ദ്രി? കടവുളെ നമ്മളെ കാപ്പാത്ത്. ഹലോടേ பார்த்திபா. ஆண்டி அண்ணை, நீங்க எப்ப வரும்? எனக்கு வர முடியாதடா. என்னாச்சு ஆண்டி அண்ணை? ഇവിടെ கொஞ்சம் விசேஷம். அண்ணை, இந்த பிராயத்திலே இந்த மாதிரி ஒரு விசேஷமா? அக்காக்கு எத்தனை மாசம் ஆயிடுச்சு? சி, அதோட அறிவு கட்ட முண்டமே. நான் எல்லாம் தெளிவாய் சொல்றேன். அது வந்துடா, இதாண்டா இங்க பிரச்சனை. அண்ணே, இது கொஞ்சம் சீரியஸான விஷயம். நீ என்னடா பார்த்திபா சொல்ற? ஆமா அண்ணே. ஆமா இல்ல தவளை பாக்கி பரடா. எங்க ஊர்ல இது மாதிரி ஒரு சம்பவம் நடந்தாச்சு. என் வகையில ஒரு மாமனுக்கு உன் பையன் மாதிரி பேய் பிடிச்சு ஊரு மொத்தமா அலைஞ்சு ஓடியாச்சு.
அப்புறம் என்னாச்சுடா? அப்புறம் ஒன்றும் இல்லை, மாமன் வீட்டில் இருக்கிற எல்லாரையும் கொன்னுட்டு மாமന് സത്താച്ച്. ചിരിച്ചോ മരിക്കാനുള്ളതാണ്. ഡേയ്, ഇത് എന്തെന്ന് കണ്ടുപിടിച്ചാച്ചാടാ? പിടിച്ചാച്ച്. ദുർമന്ത്രവാദം. ദുർമന്ത്രവാദവും ആഭിചാരക്രിയയും ദുരൂഹമരണങ്ങൾ ഏറുന്നു. ഇപ്പൊ ഇത് തന്നെ ട്രെൻഡ്. ஏதாவது சீக்கிரம் பண்ணுங்கோ, இல்லைன்னா எல்லாருக்கும் சாவு கன்ஃபார்ம். ஏன்டா இதுக்கு இத்தனை பில்டப் கொடுக்கறே? நீங்க தானே அந்த துர்மந்திரம் செய்யற ஆளு. என்ன பேச்சண்ணே? பேச்சண்ணல வெளிச்சண்ணா. சரி அண்ணே, எல்லாம் நல்லபடியா முடிச்சிட்டு உயிர் இருந்தா புகையும் இல்ல வாங்குறதுக்கு இங்க வாங்கோ. ஒரு போகாது, ഒന്നും പോകാത്. കിട്ടിയടാ, കിട്ടി. എന്തോന്ന് കിട്ടി? ദുർമന്ത്രവാദം. ജിത്തുവിന്റെ അവളെയൊക്കെ ദേഹത്തെ ആരോ ദുർമന്ത്രവാദം ചെയ്തിട്ടുണ്ട്. അതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കണം. ഞാൻ ഈ ന്യൂസ് രാവിലെ വായിച്ചപ്പോ അച്ഛന് ഒരു ലോഡ് പുച്ഛമല്ലേ? ഇതെന്തര് ദുർമന്ത്രവാദമൊന്നും അല്ല. രഘുചേട്ടാ, പോയി 2 പേരുടെ ഗുളിക വാങ്ങിച്ചോണ്ട് വന്നാണ്. അത് കൊടുത്താൽ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ എന്നാണ് എന്റെ മനസ്സ് പറയണത്. കൃമിക്കുത്താണ്, നീ കഴിച്ചോന്ന് ഇളവി പോവും. അതൊന്നും അല്ല സന്ദ്രി. പുകയുമില്ല എന്ന് തേടി പോകുന്നുവോ അന്നല്ല ഇവിടെ പ്രശ്നമാണ് നാശം പിടിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ ഒരിക്കൽ കൂടെ പോയി കാണണം രഘുചേട്ടാ. ആരെ മാമി? ഫാദർ ഫാദർ ഫെഡറൽ പേരറിഞ്ഞൂടെ, വീടറിയാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ഇത്രയും വള്ളിക്കേസുകൾ കിട്ടുന്നത്? കടമറ്റത്ത് കത്തനാരി പോലും ഇത്രയും പ്രേതങ്ങളെ നേരിൽ കണ്ടിട്ടില്ല. പ്രേതമൊക്കെ നമ്മളെ പെടുത്ത് ഇപ്പൊ പുതിയ സാധനം ദുർമന്ത്രവാദം. ഫാദർ എങ്ങനെയെങ്കിലും നമ്മളെ രക്ഷിക്കണം. താങ്കൾ? ഞാൻ രഘു. കലാകാരനാണ്. കലാകാരനാണെങ്കിലേ ഓട്ടം തുള്ളി കാണിച്ചു കൊടുക്കി. ഭാര്യയും മോനും അവിടെ ചാവാൻ കിടക്കുമ്പോഴാണെങ്കില് കോപ്രായം. തന്റെ ഭാര്യയും മകനും ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. അവരോ അപകടം പിടിച്ച സാധനങ്ങൾ, അവർക്ക് അപകടം എന്ന് പറയുമ്പോൾ ഫാദർ. നിങ്ങൾക്ക് പറ്റിയ അതേ അവസ്ഥ വേറൊരു കുടുംബത്തിനും വന്നു. അവരെന്നെ ഒരു പ്രാവശ്യം മാത്രമേ കാണാൻ വന്നിട്ടുള്ളൂ, പിന്നീട് വന്നിട്ടില്ല. ഓ, ഫാദർ മന്ത്രവാദം ചെയ്തവരെയൊക്കെ കുപ്പിയിലാക്കി അവർക്ക് കൊടുത്തു കാണും. അവരെ ഹാപ്പി ആയിട്ട് ഇപ്പൊ വീട്ടിലിരിക്കുകയായിരിക്കും അല്ലേ? അതായിരിക്കും അവര് വരാത്തത്. ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട്. ഭൂമിയിലല്ല, പരലോകത്ത്. അവർ മരിച്ചു. അല്ല, ദുർമന്ത്രവാദം അവരെ കൊന്നെന്ന് പറയുന്നതായിരിക്കും ശരി. അവർക്ക് ഈ ഗതി വരാൻ കാരണം ആരാണെന്ന് ഫാദർ പിന്നീട് കണ്ടുപിടിച്ചായിരുന്നു. കിട്ടി. സമീറ. ഫേസ്ബുക്കിൽ ഉണ്ടോന്നായിരിക്കും ആലോചിക്കണം. ഒരു കാലത്ത് ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അവൾ പ്രിയങ്കരിയായിരുന്നു. കാട്ടുചെടികളും പച്ചമരങ്ങളും അവളോട് സംസാരിക്കുമായിരുന്നു. മക്കളെ വെള്ളം കുടിച്ചാടി? ഇല്ല. പച്ചമരങ്ങളോട് സംസാരിക്കുമെന്ന? പച്ചമരുന്ന് അടിച്ചിട്ട് സംസാരിക്കുമെന്നായിരിക്കും. കഞ്ചാവ്. സമീറ. മാരകമായ രോഗങ്ങൾ പോലും തന്റെ കൈപുണ്യം കൊണ്ട് അവൾ ഭേദമാക്കുമായിരുന്നു. വൈദ്യനായിരുന്നല്ലേ? കണ്ടിരുന്നെങ്കിൽ മുട്ടുവേനയ്ക്കുള്ള കുഴമ്പ് വാങ്ങായിരുന്നു. ആ നന്മ തന്നെയായിരുന്നു അവളുടെ ശാപവും. വൈദ്യശാസ്ത്രം കൊണ്ട് രക്ഷിക്കാൻ പറ്റാത്ത ഒരു അത്യാഹിതം ഗ്രാമത്തിൽ വന്നപ്പോൾ സ്വാർത്ഥരായ ചിലർ ആ കുറ്റം അവളുടെ തലയിൽ ചുമത്തി. അവളുടെ അറിവിലും പ്രശസ്തിയിലും അസൂയ പൂണ്ട ചില പ്രമാണികൾ അവളെ ദുർമന്ത്രവാദിനിയാക്കി മുദ്ര ചാർത്തി. താൻ സ്നേഹിച്ച ഗ്രാമത്തിലുള്ളവർ തന്നെ അവളെ കല്ലെറിയുകയും കുടിലിൽ തീ വയ്ക്കുകയും ചെയ്തു. ഉറ്റവരും മുടിയവരും ഇല്ലാത്ത സമീറയെ സമൂഹം ആട്ടി ഓടിച്ചവരെ നശിപ്പിക്കാൻ വേണ്ടി അവൾ പിന്നീട് ദുർമന്ത്രവാദം എന്ന പാത സ്വീകരിച്ചു. ഫാദർ, ഇനി സമീറ വല്ലതുമാണോ? ഇല്ല. കാരണം അവൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവളെ ബഹുമാനിക്കാത്തവരെയും കളിയാക്കുന്നവരെയുമാണ്. അപ്പൊ സമീറ അല്ല, കാരണം നമ്മളാരെയും ബഹുമാനിക്കാൻ കളിയാക്കാതെയൊക്കെ ഇരിക്കുന്ന. ഫാദർ, ഈ സമീറയുടെ രൂപം? കറുത്ത വസ്ത്രധാരിയാണ് അവൾ. കറുത്ത? അവർക്ക് വല്ല പഞ്ച് ഡയലോഗും ഉണ്ടാ? ഇരയെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അവൾ പറയും, മക്കളെ നിങ്ങൾ നന്നായി വരും. മക്കള് നന്നായി വരും.
ഫാദറെ സമീറ കൺഫേംഡ്. അവള് മുടിയിൽ തലോടിയല്ലേ? അത് വെറും തലോടലല്ല, മരണമണിയാണ്. അവൾ തലോടുന്നത് നിങ്ങളുടെ മുടിയെടുക്കാൻ വേണ്ടിയാണ്. അതവൾ ഉണ്ടാക്കിയ ആ രൂപത്തിൽ ചാർത്തി നിങ്ങളെ അവർ നിയന്ത്രിക്കാൻ നോക്കും. എന്റെ മുടി അവൾ എടുത്തതാണ്, പക്ഷെ എനിക്കൊന്നും പറ്റിയില്ല. എനിക്ക് തോന്നണേ സമീറയെ നേരിടാൻ നിനക്കെന്തോ അമാനുഷിക ശക്തി ഉണ്ടെന്ന്. അല്ലെങ്കിൽ നിനക്കും അവരെ പോലെ സംഭവിക്കേണ്ടതല്ലേ? ചന്ദ്രി, നീ കളത്തിലിറങ്ങണം അവൾക്കെതിരെ പോരാടാൻ വേണ്ടി. നീ നമ്മുടെ രക്ഷകയാകൂ. ഫാദർ, ദൗത്യം എന്നെ ഏൽപ്പിച്ചാലും നിങ്ങൾക്കൊന്നും സംഭവിക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല. അവളെടുത്ത നിങ്ങളുടെ മുടി തിരുപ്പനിലെ മുടിയായിരിക്കും. ഫാദർ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവൾക്ക് ദൗത്യം ഏൽപ്പിച്ച് നമ്മൾ മേലോട്ട് നേരത്തെ എത്തിയേനെ. ഫാദർ, ഇനി നമ്മൾ എന്ത് ചെയ്യും? വീട്ടിലെ അമ്മയും മകനെയും തനിച്ചാക്കിയാണോ വന്നത്? ഇല്ല, അവർക്ക് കൂട്ടായിട്ട് എന്റെ മൂത്ത മോനെ കരുതിയിട്ടുണ്ട് അവിടെ. ആ കരുതൽ കുരുതിയായല്ലോ. ദുർമന്ത്രവാദം എന്ന് പറയുമ്പോൾ കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഈ ഫോണ്. പിന്നെ എന്തിനു തുറന്നാലും അത് തന്നെ. എന്തിനെന്റെ പരസ്യോ. എന്നെ ഒറ്റക്കാക്കിയിട്ട് അവരോട് എവിടെ പോയേക്കാണ്. ഭാഗ്യത്തിന് അവനും അമ്മയും ഉറങ്ങിയത് നന്നായി. മഹേഷേ, എന്തോ പല്ല് തേച്ചല്ലേ? കൊള്ളാം. മക്കളെ മഹേഷേ, എന്തമ്മാ? എന്റെ ചെറുക്കൻ, ഞാൻ പോയി അവനെ രക്ഷിക്കട്ടെ. വേണ്ട, അവർ അവരെ ഒന്നും ചെയ്യില്ല. പകരം നിങ്ങൾ സമീറയെ തടുക്കണം. ഫാദർ ഒന്ന് വന്നിരുന്നെങ്കിൽ. ഇല്ല, പ്രായമിനെ വല്ലാണ്ട് തളർത്തിക്കഴിഞ്ഞു. ഇനി വിശ്രമ സമയമാണ്. അവളെ ഒരു ചവിട്ടിനെ ഞാനുള്ളൂ. കഥ പറച്ചിലും കൊണയുടെയും മാത്രമേ ഉള്ളൂ അല്ലേ? നമുക്ക് പോവാം. ഓ ജീസസ്. തുറക്കൂല, എനിക്ക് കുറച്ച് പ്രൈവസി വേണം. കൊട്ടലെ നിർത്തിയ പെട്ടെന്ന് വരെ ചേട്ടാ, ആ പന്നക്കളവെ കണ്ടുപിടിക്കണം. ചന്ദ്രി, പെട്ടെന്ന് പിടിക്കാൻ നമ്മുടെ ഡോറാബുജിനെ കുറുനരിയിലെ കണ്ടുപിടിക്കാൻ പോകുന്നത് മന്ത്രവാദിനിയാണ്. എനിക്കാരും പേടിയില്ല. പേടി കാണൂല, പേടിക്കാനും ബുദ്ധി വേണമല്ലോ. അത് നിനക്കില്ല. രഘുചേട്ടാ, അവിടെ ഒരു പുകമയം. ഇതവള് തന്നെ. എന്റെ ഭാര്യയെ കൊച്ചിനെ ഇങ്ങനെ ആക്കിയിട്ട് അവൾ അൽഫാൻ ചുട്ടോണ്ടിരിക്കണ. ചന്ദ്രി വാടി. അൽഫാം തിന്നാനാ? അല്ല, നിന്നെ തിന്ന. വാടാ, ചോറ് കഴിക്കാടാ. ചാളക്കറിയല്ലേ? എനിക്ക് വേണ്ട. സ്വിഗ്ഗിയിൽ കുഴിമന്തി ഓർഡർ ചെയ്താ ഞാൻ കഴിക്കാൻ വരാം. അമ്മ വാരിത്തരാടാ. സമീറ, നീ എവിടെയാണെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. എവിടെ? എനിക്കറിഞ്ഞൂടാ. മര്യാദയ്ക്ക് ഇറങ്ങി വാ. അവള് വരൂ. വരുത്തും ഞാൻ. എങ്ങനെ? സമീറേ, സമീറ, സമീറ. സമീറേ, ഇവിടെ വെച്ചെല്ലാം നിർത്തിക്കോ. ഇല്ലെങ്കിൽ ഒരു കഴിവുമില്ലാത്ത നിങ്ങളെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് കഴിവില്ലാത്ത ആളെന്നാ? രഘുചേട്ടാ, തന്റെ പേരെന്താന്നാ പറഞ്ഞേ? ഓ രഘു, ഓച്ചന്തുരുത്ത് രഘു. ഓച്ചന്തുരുത്ത് രാഘവൻ പിള്ളയുടെ കൊച്ചുമകൻ. നിങ്ങളെ കളവ എന്തോ കറാമ്പറപ്പ് കാണിച്ചിട്ടുണ്ട്. തൂക്കി തൂക്കി. പേര് കേട്ട മന്ത്രവാദിയുടെ കൊച്ചുമോനിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ എന്റെ അടുത്ത് സഹായം തേടി വന്നത്? അപ്പുപ്പൻ പഠിപ്പിച്ചു തന്ന താളിയോലകളിലെ മന്ത്രങ്ങൾ മനപ്പാടമാക്കിയ തനിക്ക് മാത്രമേ സമീറയെ തളയ്ക്കാൻ പറ്റുള്ളൂ.
താളിയോല ഗ്രന്ഥങ്ങളിലെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഈ താളി അരച്ച് തലയിൽ തേച്ചിരിക്കുന്ന കിളവിയെ ഊട്ടിച്ചു വിടരുത് കുച്ചേട്ടാ. ഞാൻ പേരുകേട്ട മന്ത്രവാദിയായ ഓച്ചന്തുരുത്തി രാഘവൻ പിള്ളയുടെ ചെറുമകൻ ഓന്ത് രഘു, എന്നുള്ളിൽ ഒതുങ്ങും ആ ശക്തി കൂടി വാ. ഇൻട്രോ അടിച്ചു മാറ്റിയല്ലേ? അങ്ങോട്ട് മന്ത്രങ്ങൾ ഉരുവിടൂ. ചക്രവ്യൂഹ ചക്ക 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 തമ്പാക്ക് തമ്പാക്കല്ല ശംഭു. അപ്പൂപ്പനെ എനിക്ക് ബുദ്ധി വികസിക്കാത്ത സമയത്ത് പറഞ്ഞ മന്ത്രങ്ങളാണ്, എല്ലാം മറന്നുപോയി. അയ്യോ, ഇവരെന്തിനു കാണിക്കണത്? നിങ്ങൾക്ക് ബോധം വരട്ടെ, ഞാൻ കാണിച്ചല്ലേ രണ്ടെണ്ണത്തിന്. സ്പീഡ് കൂടി 2x സ്പീഡായേ. എന്തെങ്കിലും ഒന്ന് ചെയ്യല്ലേ കുച്ചേട്ടാ? അപ്പൂപ്പൻ അവസാനമായി എനിക്ക് പഠിപ്പിച്ചു തന്ന ആ അടവ് അതെനിക്ക് ഓർമ്മയുണ്ട്. ഞാനാ ലുട്ടാപ്പി, കുട്ടിച്ചാത്തൻ ലുട്ടാപ്പി, കടുവകളും കിടുവകളും എന്നെ കണ്ടാൽ പേടിക്കും. ആരാ നിക്കണ്? ചന്ദ്രി ഓടിപ്പോയി അവളെ മൂടി പറയടി. I'm about to go off like a weapon. Fuel to the top, got a filled up engine. In my thoughts, obsession. I will not stop, no, I'm never second guessing. I got a God complex. Haters love to hate, but I never feel pressed. Got a lot on my plate, but I never get stressed. I'll take all the pressure like I'm acing this test. Tear it up like I'm Jason. I see the world like it's ready for the taking. I see this place like a game I'm playing. Straight to the bank to collect my payments. No negotiations, it's my way, I was born impatient. And like a damn Freemason, I'll run this nation. பார்க்கத்தானே போறே இந்த காளியோட ஆட்டத்தை. നിങ്ങൾ രണ്ടുപേരും ഇവിടെ കാണിച്ചു കൂട്ടിയത് വല്ല ഓർമ്മ ഉണ്ടാ? ഇല്ലടാ, എന്നെ നിങ്ങൾ ഉപദ്രവിച്ച് എന്തോ ദേഹത്തുനിന്ന് പോയതുപോലെ. അച്ഛനോടാ നീയേ ഇനി കുറച്ചു നേരം ഡാൻസ് കളി തുടങ്ങിയ. മന്ത്രവാദി ചേട്ടാ അവളെ കണ്ണിട്ട് ഒന്ന് കുത്തി കൊടുത്താണ്. ചേട്ടാ നമുക്ക് അവളെ മ്യൂസിയത്ത് കൊണ്ട് പ്രദർശിപ്പിച്ചാലേ? അല്ലെങ്കിൽ വേണ്ട, പാടത്ത് കോലാട്ട് കൊണ്ട് നിർത്താം. വേണ്ട വേണ്ട. ഒന്നും വേണ്ട ചന്ദ്രി, പാവം എവളെ നമുക്ക് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാം. നിന്റെ പിടിച്ചിട്ട് വയ്ക്കണ്ട ഞാൻ. എന്റെ വെപ്പ് കൂടിയാണ്.